സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയെ കൊണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയിപ്പിക്കാനായിട്ട് വരുൺ രാധികയും കൂട്ടിയിട്ട് അമ്പലത്തിലെത്തുവാണ്. ഇതേസമയം അവർക്ക് പിന്നാലെ പ്രിയങ്കയും അമ്പലത്തിലെത്തുന്നുണ്ടാകട്ടോ. അങ്ങനെ വരുണും രാധികയും കൂടി ഭഗവാന്റെ നടേൻ്റെ അവിടെ നിൽക്കുന്നത് പ്രിയങ്ക കാണുവാണ്. പ്രിയങ്ക അവിടെ നിന്നും കുറച്ച് മാറി അവരെ നോക്കിക്കൊണ്ട് മറഞ്ഞു നിൽക്കുമായിരിക്കട്ടോ. ഈ സമയം വരുൺ രാധികയോട് പറയണേ, രാധിക ഇനിയെങ്കിലും താൻ സത്യം തുറന്നു പറയണം. തൻ്റെ നാവിൽ നിന്ന് തന്നെ എന്നിഷ്ടമാണെന്നും എൻ്റെ പോലെ ഒരു ജീവിതത്തിന് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്ക് കേൾക്കണം. ഈ ശ്രീകൃഷ്ണ ഭഗവാനെ നടയെ വെച്ച് തന്നെ താൻ എനിക്കുള്ള ഉത്തരം തന്നേ പറ്റൂ. തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും താൻ ഭഗവാന്റെ മുമ്പിലല്ലേ വരുന്നത്. ഭഗവാനിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ചല്ലേ താൻ ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ താൻ എൻ്റെ മനസ്സ് തുറക്കണം. അല്ലാതെ ഞാൻ ഈ നടയിൽ നിന്ന് തിരിച്ചു വരില്ല. അന്നേരം രാധിക ആദ്യം വരണോട് ഒന്ന് പറയാൻ മടിച്ചെങ്കിലും വരണാണെങ്കിൽ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലാട്ടോ. ഉറച്ച തീരുമാനത്തോടെ രാധികയെ കൊണ്ട് ഇഷ്ടം തുറന്നു പറയിക്കാൻ തന്നെ ഉറപ്പിച്ച് നിൽക്കുവാണ് വരുൺ. അങ്ങനെ അവസാനം രാധിക മനസ്സ് തുറക്കുവാണ്. എല്ലാം തുറന്നു പറയുക. താലി കെട്ടിയ നിമിഷം മുതൽ വരുണ് ഞാൻ എൻ്റെ ഭർത്താവായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റൊരു പുരുഷനെ ആ സ്ഥാനത്ത് എനിക്ക് കാണാൻ പറ്റില്ല. എൻ്റെ മരണം വരെ അത് അങ്ങനെ ആയിരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ രാധികയുടെ ആ വാക്കുകളൊക്കെ കേട്ട് വരുൺ ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം രാധികയും സങ്കടത്തോടെ പൊട്ടിക്കരയുവാണ് കേട്ടോ. ഇത്ര നാളും പറയാതെ ഉള്ളിലൊതുക്കിയ കാര്യങ്ങളെല്ലാം വരുണിനോട് പറഞ്ഞപ്പോൾ രാധികയുടെ മനസ്സിലും ഒത്തിരി സന്തോഷം തോന്നുവാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് രാധിക വരുണിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം വരുണും രാധികയെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർക്കുവാണ്. ഇതെല്ലാം കണ്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടി തകർന്നു നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക. പ്രിയങ്കക്കാണെങ്കിൽ ഇതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ദേഷ്യവും സങ്കടമൊക്കെ കണ്ട് ആകെ കലിവുകൊണ്ട് നിൽക്കുവാണ് പ്രിയങ്ക. പിന്നീട് വരുൺ രാധികയും അവിടെ നിന്ന് പോകുവാണ്. ഇതേസമയം കൽപ്പനയും അവിടെ അമ്പലത്തിലെത്തിയിട്ടുണ്ടാവും. ആ കാഴ്ചകളൊക്കെ കണ്ട് കൽപ്പന പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുക. എന്തായി നിനക്ക് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടില്ലേ? നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ രണ്ടിനെയും പിന്നെ വെച്ചേക്കില്ല. ഈ സമയം പ്രിയങ്കക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. പ്രിയങ്ക പറയണേ, ഏട്ടത്തി കേട്ടോ, ഈ ക്ഷേത്രനടയിൽ വെച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഞാൻ ശപഥം ചെയ്യുക. അവളെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല, കൊന്നുകളയോ അവളെ ഞാൻ എന്നും പറഞ്ഞ് പ്രിയങ്കയും ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് രാധികയും കുട്ടി കാറിൽ ആറ്റുവാശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വരുണിനെയാണ്ടോ കാണിക്കുന്നത്. ഈ സമയം ആ വരുണിൻ്റെ രാധികയുടെ പിന്നാലെ തന്നെ ഓട്ടോയിൽ കയറി പ്രിയങ്കയും പോകുന്നുണ്ടാവും. ഈ സമയം വരുൺ രാധികയോട് പറയണേ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോകുവാണ്. ഇനി നമ്മൾ രണ്ടാളും സ്വപ്നം കണ്ടതുപോലെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ജീവിതം അത് ഉടനെ തുടങ്ങാൻ പോകുക. വരുൺ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും രാധികയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനും ഭയവും പേടിയും ഒക്കെയാണ് ഉള്ളത്. കാരണം ഇവർ രണ്ടുപേരെ ഒരിക്കലും വരുണിൻ്റെ വീട്ടുകാരും അതുപോലെ ആറ്റുവാശ്ശേരിയിലുള്ളവരും അംഗീകരിക്കില്ല. പ്രിയങ്കയുടെ കാര്യവും അതൊക്കെ ഓർത്ത് രാധിക ആകെ ടെൻഷനിലിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ആറ്റുവാശ്ശേരിയിലെത്തിയിട്ട് വരുൺ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. ഈ സമയം രാധിക പേടിച്ച് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് എത്തുന്ന യശോദ വരുണിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുമായിരിക്കും. ഈ സമയം രാധികയാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ പേടിച്ചിരിക്കുവാണ്. അത് കാണുന്നതും വരുൺ രാധികയുടെ അരികിലേക്ക് ചെന്ന് കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറക്കുവാണ്. എന്നിട്ട് രാധികയുടെ കൈയും പിടിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് കയറി വരുവാണ് കേട്ടോ. ഈ കാഴ്ച കൊണ്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് മുത്തശ്ശിയും യശോദയൊക്കെ. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, വരുൺ നീ എന്തിനാ ഇവളെയും കുട്ടി ഇങ്ങോട്ട് വന്നത്? നിന്റെ ഭാര്യയായ പ്രിയങ്കയും കുട്ടിയല്ലേ വരേണ്ടത്? അന്നേരം വരുൺ അവരുടെ രണ്ടാളുടെ മുമ്പിൽ വെച്ച് രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ, താലി കെട്ടിയ പെണ്ണാണ് ഭാര്യയെങ്കിൽ ഞാൻ താലി കെട്ടിയത് രാധികയുടെ കഴുത്തിലല്ലേ? അങ്ങനെ നോക്കുമ്പോൾ രാധികയല്ലേ എൻ്റെ ഭാര്യ എന്നും പറഞ്ഞ് വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് അവരോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുണിൻ്റെ ചോദ്യം കേട്ട് ഞെട്ടലോട് കൂടി വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് യശോദയും മുത്തശ്ശിയും ഒക്കെ. വരുൺ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നതെന്ന് അവർക്ക് ബോധ്യമാകുവാണ്. രാധികയും എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനോടുകൂടി അവർ രണ്ടാളെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. എന്താണെങ്കിലും സത്യങ്ങൾ ഓരോരുത്തരായിട്ട് വരുൺ അറിയിച്ചു തുടങ്ങി. ഇനി എന്താണെങ്കിലും അധികം താമസിയാതെ തന്നെ വരുണും രാധികയും ഒന്നിക്കുന്ന മുഹൂർത്തങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് എന്താണെങ്കിലും ആ ഒരു എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.